ശരി, നിർണായകമായ ഉണ്ണി. ഈ സേനാ മേധാവികളുടെ യോഗം ചേരുന്നത്? അപ്പോൾ പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുണിന്റെ സംസ്കാര ചടങ്ങുകളിലേക്കാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരുണ് വിട നൽകാൻ സിനിമ ലോകമൊന്നടങ്കി തിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മലയാള ചലച്ചിത്രത്തിന് തന്നെ ഒരു വലിയ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഷാജി എൻ കരുണ് ഇത്രത്തോളം ഒരു അംഗീകാരത്തോടെ തന്നെയാണ് വിട പറയുന്നത്. ഈ അവസാന ഘട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൃതദേഹം ഭൗതികദേഹം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. കുടുംബാംഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലകളിൽ ഒപ്പം പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെയും എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ കലാഭവൻ തിയേറ്ററിനുള്ളിൽ തന്നെ പൊതു ദർശനത്തിനായി ഭൗതികദേഹം വെച്ചിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്നും ബാക്കി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു സംസ്കാര ചടങ്ങുകൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. നേരത്തെ കൂട്ടി തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിരുന്നു. ഏതായാലും പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് അദ്ദേഹത്തിന് മടക്കയാത്ര. ഏതായാലും വലിയ ശക്തനായ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ തന്നെയായിരുന്നു അദ്ദേഹം. ഛായാഗ്രഹകനായാലും അതോടൊപ്പം സംവിധായകനായാലും വലിയ രീതിയിലുള്ള ഒരു സംഭാവന മലയാള സിനിമയ്ക്ക് ആകമാനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സമയമാണ്. അവസാനമായി
അദ്ദേഹത്തെ വിട പറയുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയിട്ടുണ്ട്. ഒപ്പം ജില്ലാ കളക്ടർ അടക്കമുള്ളവരും ഇവിടെയുണ്ട്. മേഖലയിൽ നിന്നും മധുപാൽ അടക്കമുള്ള ആളുകളെ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അവസാന നിമിഷങ്ങളിലേക്കാണ്. ഇവിടെ നിന്നും ഇവിടുത്തെ ഇലക്ട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഔദ്യോഗിക ബഹുമതികളുടെയുള്ള മടക്കമെല്ലാം കഴിയാറായിരിക്കുന്നു. അവസാന ഘട്ടത്തിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരങ്ങളടക്കം കഴിഞ്ഞ ദിവസം മുൻപാണ് ഷാജി കരുൺ ഏറ്റുവാങ്ങിയത്. ദേശീയ അന്തർദേശീയ തലങ്ങളിലടക്കം തന്നെ മലയാള സിനിമയെ എത്തിച്ച അതുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത്. 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി പിറവി, സോപാനം, സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിശ്രാങ്ക് തുടങ്ങി നിരവധിയായിട്ടുള്ള ചിത്രങ്ങളാണ് മലയാളികൾക്ക് സമ്മാനിച്ചത്. വിഷ്ണു, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ പിറവി എന്ന വീട്ടിലേക്ക് നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം തന്നെ ഇന്നലെ മുതലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നു. ഇന്നും അതേ ഒഴുക്ക്. സാംസ്കാരിക രംഗത്തെ പ്രതിഭകളടക്കം മുഴുവൻ ആളുകളും അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. വിഷ്ണു, കേൾക്കാമെങ്കിൽ. അവസാന നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയുമ്പോൾ ചിലർ അപ്രതീക്ഷിതമായി അല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പലരും ഇതിനെ കണ്ടത്. ആർത്തവ ചികിത്സയെ തുടർന്ന് അദ്ദേഹം വല്ലാതെ അവശനായിരുന്ന സാഹചര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് പുരസ്കാരം അടക്കം അദ്ദേഹത്തിന് ലഭിച്ചത്. അന്ന് വേദിയിൽ സംസാരിച്ചപ്പോൾ പോലും വളരെ അവശനായിരുന്നു. അതിനുശേഷം ചികിത്സയിൽ തുടർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് മലയാള സിനിമയിലുള്ള നിരവധി ആളുകൾ അടക്കം അദ്ദേഹത്തെ കാണാനായി എത്തി. നിരവധി എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വിവിധ മേഖലകളിൽ, ചലച്ചിത്ര മേഖലമായാലും സാംസ്കാരിക മേഖലയിൽ നിന്നായാലും ഒക്കെയുള്ളവരുടെ എത്തിയിട്ടുണ്ടായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി ചെറിയാനും അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ അടക്കം ഇവിടെയുണ്ട്. ഏതായാലും വിഷയങ്ങളെല്ലാം വ്യക്തമായി കാണാം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി കരുണിന് അന്ത്യാഞ്ജലി ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നിരവധിയായിട്ടുള്ള ആളുകളാണ്, സിനിമാ ലോകം അടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ കലാമൂല്യങ്ങളുള്ള നിരവധിയായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോഴും അവിടെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിടവാങ്ങലിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തിയിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിലടക്കം തന്നെ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ, വാനോളം ഉയർത്തിയ അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ രാജ്യത്തിന് നഷ്ടമായത്. 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച് ആദ്യം ഛായാഗ്രാഹകനായിട്ടാണ് സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ തുടക്കം. തുടർന്ന് സംവിധായകനായും പല വിധത്തിലുള്ള സിനിമകൾ മലയാളികളുടെ ക്ലാസിക് ഇനങ്ങളായി അദ്ദേഹം സംഭാവന ചെയ്തു. പിറവി, സോപാനം, സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിശ്രാങ്ക്, AKG എന്നിങ്ങനെ ഒരു പിടി ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിനായി സമ്മാനിച്ചത്. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം
ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അത്തരത്തിൽ മലയാള സിനിമയെ വാനോളം ഉയർത്തിയ പ്രതിഭയെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്കാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയതിന് 1.5 വർഷം മുമ്പെന്ന് സ്ഥിരീകരണം. സാംബ കത്വ മേഖല വഴിയാണ് ഇന്ത്യയിലെത്തിയതെന്നാണ്